ജീവിതം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. തിരുവസ്തുതിയായ ഈശോയുടെ കരങ്ങളിലേക്ക് ഈ ദിനത്തെ ഓരോ ചിന്തകളും സംസാരവും പ്രവൃത്തിയും നമുക്ക് കാഴ്ചവെക്കാം. ദൈവമേ, പാപമേഖലയിൽ നിങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളെ ജീവിതത്തിൽ വിശുദ്ധി നൽകണമേ. ഈ ദിനം ഒരു അനുഗ്രഹമായി മാറാൻ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ദിവസത്തെ എല്ലാവിധ അധ്വാനങ്ങളും ജോലികളും ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ മേഖലകളും ഈ ദിനം ഈശോടൊപ്പമായി മാറാൻ വേണ്ടി, അനുഗ്രഹമായി മാറാൻ വേണ്ടി ഈ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിനം ഈശോടൊപ്പം എന്ന ഈ ദീപികാന ആരാധനയിൽ ഈ ദിവസം പ്രത്യേകമായി നമ്മൾ കാഴ്ചവെച്ച് അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനമാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു: ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ ദൈവം ചോദിക്കാൻ നമ്മോട് പറയുന്ന ദൈവമാണ്. ചോദിച്ച് നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് തരുന്ന ദൈവമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ ദൈവികാന ആരാധന സമയം ഈ തിരുവസ്തുതിയായ ഈശോയുടെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കുന്ന ഒരു മകനാണ്. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കുന്ന ഒരു മകളാണ്. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, സമൂഹമാണ്. ഇതുവരെ ഞാൻ ദൈവത്തോടൊന്നും ചോദിച്ചിട്ടില്ലേ. ഈ ദൈവം ഇഷ്ടമുള്ളത് എനിക്ക് തരട്ടെ എന്ന് പറയുന്ന ശൈലിയാണ്. തിരുവചനം പറയുന്നു: മക്കളെ, നിങ്ങൾ ചോദിക്കുകയും ചോദിക്കുന്നവർക്ക് ലഭിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഇതുവരെയും ദൈവത്തോടൊന്നും ചോദിച്ചിട്ടില്ല എങ്കിൽ കൂടുതൽ കൃപകൾക്ക് വേണ്ടി, കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, കൂടുതൽ അഭിഷേകത്തിന് വേണ്ടി ഈ സമയം പോയി ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ചോദിക്കുന്ന സമയം ഇരുകരങ്ങൾ സാധിക്കുന്നവർ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. എന്ത് അനുഗ്രഹമാണ് ഈ ദിവസം ലഭിക്കേണ്ടത്, എന്ത് കരുണയാണ് ഈ ദിവസം ലഭിക്കേണ്ടത്, എന്ത് കൃപയാണ് ഈ ദിവസം ലഭിക്കേണ്ടത്, എന്ത് വിടുതലാണ് ഈ ദിവസം ലഭിക്കേണ്ടത്. നീ അതെല്ലാം തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം, യേശുവേ 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 എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവരെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന. വരുന്നു. ഞങ്ങളുടെ കസിൻ അച്ഛന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. മുംബൈ താബോർ ധ്യാനകേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊണ്ടയിൽ വേദനയും സൗണ്ട് പതറിപ്പോകുന്ന അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. 2025 ഒക്ടോബർ 24 ഡോക്ടറിനെ കണ്ടു. അന്ന് തന്നെ അഡ്മിറ്റായി പിറ്റേ ദിവസം രാവിലെ തന്നെ സർജറി ചെയ്ത് ബയോപ്സിക്ക് വിട്ടു. റിസൾട്ട് വന്നപ്പോൾ വോക്കൽ കോഡിൽ വെളുത്ത ഒരു ദശ വളരുന്നത് കണ്ടു. ആ സർജറിയിൽ അത് മുഴുവൻ എടുക്കാൻ സാധിച്ചില്ല. അതിനാൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ഡോക്ടർ പറഞ്ഞു.
പിന്നീട് അച്ഛൻ തിരുവനന്തപുരം ആസിസിൽ പോയി രണ്ടാമത്തെ സർജറി ചെയ്തു. വോക്കൽ കോഡിനായതിനാൽ രണ്ടാമതും ഫുൾ എടുക്കാൻ കഴിഞ്ഞില്ല. ബയോപ്സി റിസൾട്ട് നോർമലായിരുന്നു. ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ 3 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു. രണ്ടാമത് ചെയ്ത ബയോപ്സി റിപ്പോർട്ട് ആദ്യം ചെയ്ത ഡോക്ടറിനെ കാണിച്ചപ്പോൾ തൊണ്ടയിൽ നിന്നും പൂർണ്ണമായി എടുത്തു കളഞ്ഞില്ലെങ്കിൽ സൗണ്ട് നഷ്ടപ്പെടാൻ ക്യാൻസർ ആകാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. 3ാമത്തെ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 7 മുട്ടം താബോർ ധ്യാനത്തിൽ വന്ന് താബോർ റൂഹാഭിഷേക ബൈബിൾ കൺവെൻഷൻ കൂടി ഈ നിയോഗത്തിന് വേണ്ടി പരിശുദ്ധ താബോർ മാതാവിൻ്റെ മധ്യസ്ഥ നേടി പ്രാർത്ഥിച്ചു. കൈവെപ്പ് ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നിൽ അച്ഛനോട് പ്രാർത്ഥന സഹായം ചോദിച്ചു. ജോർജി അച്ഛൻ 46 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും വെഞ്ചരിച്ച വെള്ളം കുടിക്കുവാനും പറഞ്ഞു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 46 ദിവസം കഴിയുന്നതിന് മുൻപ് 3ാമത്തെ സർജറി ചെയ്തു. അച്ഛന് വേണ്ടി ജപമാല ചൊല്ലിയപ്പോൾ സർജറി എളുപ്പമാകാനും ബയോപ്സി റിസൾട്ട് നോർമലായാൽ താബോർ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നു പ്രാർത്ഥിച്ചു. അന്നേ ദിവസത്തെ സർജറിയിൽ വോക്കൽ കോളിലുണ്ടായിരുന്ന വെളുത്തുപാട് പോലത്തെ ദശ പൂർണ്ണമായി നീക്കം ചെയ്യാൻ സാധിച്ചു. സർജറിയുടെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ നോർമലായിരുന്നു. സർജറിക്ക് ശേഷം അച്ഛൻ്റെ സൗണ്ടിന് ഒരു കുഴപ്പവുമില്ല. പരിശുദ്ധ താബോർ മാതാവിൻ്റെ മധ്യസ്ഥയിൽ നല്ലവനായി ഈശോ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു.